ഹായ്, വെൽക്കം ബാക്ക്. അമ്മേ, അങ്ങനെ എൻ്റെ നീണ്ട ഒരു സ്റ്റോറിക്ക് ശേഷം ഇന്ന് വീണ്ടും യഥാർത്ഥത്തിൽ എൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് കേട്ടോ. കഴിഞ്ഞ ദിവസം എൻ്റെ കുറേ ഇങ്ങനെ വീട്ടിലത്തെ അവസ്ഥകൾ, കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ, അവസ്ഥ മീൻസ് ഞാൻ അനുഭവിച്ച കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഏത് സ്റ്റേജിലാണുള്ളതെന്ന് കൂടി പറഞ്ഞുതരാം. ഡെലിവറിക്ക് ശേഷമുള്ള എൻ്റെ മറ്റൊരവസ്ഥാന്തരമാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്ന സംഭവം. അതായത് ഞാൻ എപ്പോഴും ഫുൾ ടൈം ചിന്തിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഫുൾ ടൈം ചിന്തിക്കാന്ന് പറഞ്ഞാൽ ഓവർ തിങ്കിങ്ങിൻ്റെ എക്സ്ട്രീമായി മാറിയിരിക്കുകയാണ് ഞാൻ. അതായത് വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒരാൾ പുറത്തേക്ക് പോയി എന്ന് ചോദിച്ചോ, പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം ഏട്ടനാണെങ്കിലും ഇപ്പോൾ അമ്മയൊക്കെ വീട്ടിൽ വന്നിട്ടാണെങ്കിലും ഇപ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് വിളിച്ചിട്ടാണെങ്കിലും ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ അവരെ വിളിക്കുക, അവിടെ എത്തിയോ എന്ന് ചോദിച്ചിട്ടൊരു വിളിയാണ്. അപ്പം ഞാനൊരു അത് പറയാം. അങ്ങനെ 2023 തുടങ്ങിയതാണ് എൻ്റെ ഈ ഓവർ തിങ്കിങ്ങും ഈ വക പ്രശ്നം. അപ്പോൾ ഓവർ തിങ്കിങ് ആവുന്ന പറഞ്ഞാൽ കുറേ ചിന്തകൾ ഇങ്ങനെ. ഇപ്പം ഏട്ടനൊക്കെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, അതായത് എൻ്റെ ചിന്ത ഇങ്ങനെ ചുരുങ്ങിപ്പോയി. കാരണം എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു, ഏട്ടൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്തു. പിന്നെ ഞാനിപ്പോൾ എവിടെയുള്ളത്, ഏട്ടൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ഞാൻ ഏട്ടനിലേക്ക് ഇങ്ങനെ ഒതുങ്ങുമ്പോൾ അപ്പോൾ എനിക്കറിയാമല്ലോ സിറ്റുവേഷൻസ് ഇതാണ്, ഇവിടെ സിറ്റുവേഷൻസ് ഇതാണ്. അപ്പോൾ എൻ്റെ ചിന്തകളിങ്ങനെ ചുരുങ്ങി വരികയാണ്. ചിന്തകൾ കൂടുന്നു, പക്ഷെ നമ്മുടെ സറൗണ്ടിങ്സിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാതെ നമ്മൾ മെൻ്റലി ഡൗൺ ആയി പോവുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ. അതായത് ഇത്രയും നാളും ഭയങ്കരമായിട്ട് നമ്മൾ വീട്ടുകാരെ കൂടെ ഇരുന്നിട്ട് പെട്ടെന്ന് നമ്മളൊന്ന് ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങുകയാണ്. അതിൻ്റേതായ കുറേ മെൻ്റൽ ഇഷ്യൂസ് എനിക്കുണ്ടായിരുന്നു. അതെങ്ങനെ ഫേസ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചും, ഇപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിനെക്കുറിച്ചും. കുഞ്ഞിൻ്റെ തെരുപ്പിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എൻ്റെ കയ്യും കാലൊക്കെ വരയ്ക്കും. അപ്പോൾ എങ്ങനെ ഡീൽ ചെയ്യേണ്ടത്? ഏട്ടൻ അടുത്തുണ്ടെങ്കിൽ കുറച്ചൊരു സമാധാനമാണ്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഏട്ടൻ വർക്കിന് പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് വൈകിട്ടൊരിക്കുമ്പോൾ പിന്നെ ഏട്ടൻ വന്ന് എത്തുന്നവരെ ഞാനിങ്ങനെ ഭയങ്കര എനിക്ക് ഈ സ്ട്രെസ്സ് വരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കും. വെറുതെ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ കുളിക്കൊന്നുമില്ല, മുടിയൊക്കെ ഇങ്ങനെ ചപ്രക്കാളിയായിട്ട് ഇങ്ങനെ ചിന്തിച്ച്. പക്ഷേ എൻ്റെ ചിന്ത കൂടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ നെറ്റത്ത്, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്, ഈ നെറ്റത്ത് ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ മുഴകൾ പൊന്തി വരും കേട്ടോ. അങ്ങനെ അതൊക്കെ ഈ ഡെലിവറിക്ക് ശേഷമുള്ള എൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. മുഴകൾ പൊന്തി വരും. അപ്പോൾ അങ്ങനെ ഞാൻ ഈ മുഴകളിങ്ങനെ പൊന്തി വരുന്നു, ഇങ്ങനെ ടെൻഷനായിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പല ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറെ കാണാൻ പോകുമ്പോഴുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റിയലാണ്, ജെനുവിനായിട്ട് പറയുകയാണെന്നുള്ളത്. അപ്പം നമ്മൾ ഡോക്ടറേക്ക് പോയി കണ്ടത് ഏത് ഡോക്ടർക്കും ഇങ്ങനൊരു അസുഖത്തെക്കുറിച്ച് മനസ്സിലാവണില്ല. അങ്ങനെ അവസാനം ഞാൻ കൗൺസിലിങ്ങിന് പോയിട്ട് ഞാൻ എൻ്റെ അവസ്ഥാന്തരം പറഞ്ഞപ്പോൾ അവർ കൗൺസിലിംഗ് എന്നെ കൗൺസിലിംഗ് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഏകദേശം ഒരു വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഓവർ തിങ്കിങ് കൂടുതലാണ്. പക്ഷേ അവർ പറഞ്ഞാൽ സൈക്യാട്രി കാണിച്ചു കൊടുക്കും. ഈ മുഴകൾ വരുന്നതെന്ന് സൈക്യാട്രിയിൽ അവർക്ക് ചിലപ്പോൾ പറയാൻ പറ്റുന്നത് കാണിച്ചു. പക്ഷേ നമ്മളിതുവരെ കാണിച്ചിട്ടില്ല. മുഴകൾ ഇപ്പോഴും വരുന്നുണ്ട്. പിന്നെ എൻ്റെ ഓവർ തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ച് ഞാൻ പറയാം കേട്ടോ. 2-3 കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ. ഇല്ല അതെ മുഖത്ത് തലയിൽ ഇങ്ങനെ മുഴ വരുന്ന കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ ബസ് സ്റ്റോപ്പിലൊക്കെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ബസ് സ്റ്റോപ്പിലൊക്കെ ആരെങ്കിലും നിൽക്കുമല്ലോ. അപ്പോൾ അവർ നമ്മളിങ്ങനെ നോക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ നമ്മളെ നോക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, നമ്മൾ നടന്നു പോകുമ്പോൾ അവർ പിന്നാലെ വരുന്നുണ്ടാവോ, നമ്മുടെ വണ്ടിയുടെ പിന്നാലെ അവർ വരുന്നുണ്ടാവോ, ഇങ്ങനെ അവർ എന്നിട്ട് നമ്മൾ പിന്നാലെ വരുമോ. അങ്ങനെ പിന്നെ ഈ വാർത്തകൾ കാണുന്നതും ഒരു പ്രശ്നം തന്നെയാണ്. അങ്ങനെ ചിന്തിക്കും. അതുപോലെ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുകയാണെന്ന് ചോദിച്ചോ, ഫുഡൊക്കെ കഴിക്കും കേട്ടോ, വെട്ടി വിഴുങ്ങിയും കഴിച്ചിട്ട് ആ ഫുഡ് നല്ലതായിരുന്നിരിക്കുമോ, അവർ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടാവുമോ, അപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനെയൊക്കെ കുഞ്ഞാവെ എന്ത് ചെയ്യും, കുഞ്ഞാവേനെ ആരും നോക്കും, എങ്ങനെ നോക്കും, എന്തൊക്കെ. ചേട്ടൻ ബിസിയാണല്ലോ, ഏട്ടൻ വർക്കിൽ ബിസി, ഫോണിൽ ബിസി, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാനും ചിന്തിക്കുന്നത് ഞാൻ നോക്കണ പോലെ ഏട്ടന് നോക്കാൻ പറ്റണില്ല എന്നാണ് എൻ്റെ അങ്ങനെയൊക്കെ ഒരു തോട്ട് എൻ്റെ ഉള്ളിൽ വരികയാണ് കേട്ടോ. പക്ഷേ ഏട്ടൻ എന്നെക്കാൾ നോക്കും കേട്ടോ. പിന്നെ
ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ പുറത്തേക്കൊന്നും പോവാണ്ട് വീട്ടിലേക്ക് തന്നെ കുറേ 2-3-4 ദിവസമൊക്കെ അത് ഞാൻ അതിൻ്റെ ഉള്ളിലായിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാറുണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ എനിക്കിങ്ങനെ ഫീൽ ചെയ്യാണ് ഈ പശുത്തൊഴുത്തിൽ ഞാനൊരു പശുക്കുട്ടി പശുത്തൊഴുത്തിൽ നിൽക്കണ പോലെ എനിക്കിങ്ങനെ ഫീൽ. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, കുട്ടിക്ക് ഫീഡ് ചെയ്യണു, ഫുഡ് കഴിക്കണു റൂമിൽ തന്നെ. അങ്ങനത്തെ ഒരു അവസ്ഥ മൈൻഡ് ഇങ്ങനെ അങ്ങനെ മാറിപ്പോവാനിട്ട് എനിക്കങ്ങനെ ഫീൽ ചെയ്യണം ഓരോരോ അവസ്ഥാന്തരം. പിന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം വരാന്ന് പറഞ്ഞാൽ കണ്ണി കണ്ടനൊക്കെ ഞാൻ ദേഷ്യപ്പെടും. ഭയങ്കരമായിട്ട് ഹൈ പ്രഷർ വരിക. പക്ഷെ എനിക്ക് ദേഷ്യപ്പെടുക വെച്ചാൽ മോൻ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നതുകൊണ്ട് എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഉള്ളിൽ ഒതുക്കും. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രഷർ. കാരണം അവൻ എൻ്റെ മുഖം മാറുന്നത് അറിയാം. അപ്പോൾ അവൻ്റെ മുഖം മാറുമ്പോൾ അവന് വിഷമാവും. അതുകൊണ്ട് എൻ്റെ ദേഷ്യം ഞാനിങ്ങനെ ഉള്ളിലൊതുക്കും ദേഷ്യം. അപ്പോൾ അത് വീണ്ടും പ്രശ്നം വരും. പിന്നെന്താ, അത് ഞാൻ പറഞ്ഞു. വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കരച്ചിൽ വരിക. കാരണം കരച്ചിൽ നമ്മുടെ നെഞ്ചിലാണ് ഇങ്ങനെ നിൽക്കണത്. പക്ഷെ കണ്ണിലേക്ക് വരുന്നില്ല. കരച്ചിൽ നെഞ്ചിൽ ഇങ്ങനെ നിൽക്കും. ഭയങ്കരമായിട്ട് സങ്കടം വരുന്നു, ഭയങ്കരമായിട്ട് കരച്ചിൽ വരുന്നു, പക്ഷേ കണ്ണീരായിട്ട് വരുന്നില്ല. ഇതൊക്കെ ഒരു അവസ്ഥാന്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനെ ചിന്തിച്ച് എൻ്റെ മുടിയുടെ തന്നെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ മുടി ഇങ്ങനെ ഒരു വെള്ള കളറായി ആവാൻ തുടങ്ങി. അങ്ങനെ ഓവറായിട്ട് ചിന്തിച്ചിട്ട് പ്രഷറായിട്ട് അതും മനസ്സിനെ വല്ലാതെ അലട്ടാൻ തുടങ്ങി കേട്ടോ. പിന്നെ എന്തായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഫുഡ് കഴിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, കിടന്നുറങ്ങുമ്പോൾ നല്ല ഫുഡായിരിക്കുമോ കഴിച്ച് നല്ല ഫുഡായിരിക്കുമോ. ഞാൻ നാളെ നേരം വെളുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നേരം വെളുത്തല്ലോ, കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഞാൻ വന്നല്ലോ എന്നുള്ള അങ്ങനത്തെ സന്തോഷമാണ് കേട്ടോ. പിന്നെ അതേപോലെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കനോ മീനോ എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങുമല്ലോ. പുറത്തുനിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് കുറച്ച് ഞാൻ ഫ്രിഡ്ജിലെടുത്തേക്ക്. കാരണം നമ്മൾ രണ്ട് പേരെ ശരിക്കും കഴിക്കില്ല, മോനൊന്നും കഴിക്കില്ല അങ്ങനെ. പിന്നെ അപ്പോൾ ബാക്കി എന്തായാലും ഉണ്ടാവുമല്ലോ, കുറച്ച് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. അപ്പം കൊണ്ടുവന്ന സാധനം നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ആലോചിക്കുകയാണ്, അത് നല്ല മീനായിരിക്കുമോ, അത് കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമോ, ഇങ്ങനെ വെറുതെ ചിന്തിച്ച് കൂട്ടുക. അതേപോലെ ഫ്രിഡ്ജിലിട്ടിരിക്കുന്ന 2 ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 1 ദിവസം കഴിഞ്ഞിട്ടോ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ലോണം ഉണ്ടാക്കും കേട്ടോ. മീൻസ് എല്ലാ സാധനങ്ങളും ആഡ് ചെയ്ത് നല്ല മസാലകളെല്ലാം ഇട്ട് കുക്ക് ചെയ്യും. ആരും കഴിക്കാൻ അനുവദിക്കില്ല. കഴിക്കണ്ട, ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലോ, കഴിക്കണ്ട ഞാൻ കഴിക്കുന്നില്ല. എന്നിട്ട് പ്രാവശ്യം ബീഫ് ഇങ്ങനെ മേടിച്ച് കൊടുത്തിട്ട് കുറച്ചധികം ബീഫ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാകും. എന്നിട്ട് ഇതേ കുക്ക് ചെയ്തിട്ട് ഏട്ടൻ കഴിക്കാൻ ഞാൻ അനുവദിച്ചില്ല. ഏട്ടൻ എന്നിട്ട് എന്നെ ചീത്ത പറഞ്ഞു. ഏട്ടനാണെങ്കിൽ എന്നെ ചീത്ത പറഞ്ഞിട്ട് ഏട്ടൻ കഴിക്കണം. അപ്പോൾ ഏട്ടൻ കഴിക്കാതിരിക്കാൻ വേണ്ടി ബാക്കി ഞാൻ എടുത്തിട്ട് വേഗം വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടു. ഏട്ടൻ ചോദിക്കുക, അതെവിടെ ഇന്നുണ്ടാക്കിയ ഫുഡ് എവിടെ, അത് ഞാൻ കളഞ്ഞു, അത് ഇവിടെ ഇരുന്ന് ഏട്ടൻ കഴിക്കാറുണ്ട്, ഞാൻ കളഞ്ഞു. ഇങ്ങനത്തെ ഓരോ അവസ്ഥാന്തരത്തിലൂടെയാണ് ഇപ്പം ഞാൻ കടന്നു പോകുന്നു കേട്ടോ. ഇങ്ങനത്തെ കുറേ സ്റ്റേജുകളുണ്ട്. എന്നാലും അത് അങ്ങനെ റിക്കവറായി വരുന്നു. റിക്കവറാവും എന്ന് കരുതുന്നു. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ആരെങ്കിലും ഇതുപോലത്തുള്ള അനുഭവങ്ങളുണ്ടോ? അത് എൻ്റെ മാത്രമാണോ? അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ.